ഗോകുലം ചിറ്റ് ഫണ്ട്സിന്റെ ഓഫീസുകളിൽ ഇ.ഡി. റെയ്ഡ്. വിവാദമുയർത്തിയ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ബിസിനസ്സുകാരനായ ഗോകുലം ഗോപാലൻ. 1000 കോടി രൂപയുടെ വിദേശ കറൻസി വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്ന് ഇ.ഡി. വൃത്തങ്ങൾ. ആധാർ കാർഡ് ഉണ്ടാക്കാൻ ചാറ്റ് GPT കഴിയുമോ? ആഗോള വ്യവസായി ഇലോൺ മസ്കിന്റെ ആധാർ കാർഡ് ചാറ്റ് GPT പടച്ചുവിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. നിർമ്മിത ബുദ്ധിയുടെ ശേഷി ദുരുപയോഗം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയിൽ. കിറ്റെക്സ് ഗാർമെന്റ്സ് ഓഹരികൾക്ക് വിപണിയിൽ വെച്ചടി കയറ്റം. അമേരിക്കയിലേക്കുള്ള വസ്ത്ര കയറ്റുമതി മെച്ചപ്പെടുമെന്ന കണക്കുകൂട്ടലാണ് പ്രധാനമായും കിറ്റെക്സ് ഇന്നും അപ്പർ സർക്യൂട്ട് അടിച്ചതിന് കാരണം. പ്രധാന കയറ്റുമതിക്കാരായ കംബോഡിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ ഉയർന്ന ചുങ്കം ട്രംപ് ചുമത്തിയത് കിറ്റെക്സിന് ഉപകാരമായി. UK-യിൽ ഹിറ്റായ മലയാളി വാറ്റുചാരായ മണവാട്ടി കേരളത്തിൽ. കൊച്ചി വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ആദ്യ വിൽപ്പന കേന്ദ്രം. കൊച്ചി കടവന്ത്ര സ്വദേശി ജോൺ സേവ്യറാണ് മണവാട്ടിയുടെ ഐഡിയക്കാരൻ. സ്റ്റാർട്ടപ്പ് എന്നാൽ എന്താണ്, എന്തായിരിക്കണം ചോദിക്കുന്നത് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഫുഡ് ഡെലിവറിയിലാണ് സ്റ്റാർട്ടപ്പുകാരുടെ പ്രധാന ശ്രദ്ധ. പണക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഡെലിവറി ഏജന്റുമാരായി തൊഴിൽ രഹിതരായ യുവാക്കളെ മാറ്റുകയാണ് ഡെലിവറി ആപ്പുകൾ. ചൈനയെ കണ്ട് പഠിക്കണം. അപ്പുറത്തേക്ക് നിർമ്മാണ മേഖലയിലേക്ക് സ്റ്റാർട്ടപ്പുകൾ വളരണമെന്ന് മന്ത്രി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.